നമസ്കാരം. ഞാൻ ഡോക്ടർ കെ നടരാജ്, ഡിണ്ടിഗൽ ജില്ലയിലെ ഒട്ടഞ്ചത്തത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെക്കുറിച്ചുള്ള എൻ്റെ യോഗ്യതകൾ ജ്യോതിഷം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരിക്കുന്നതാണ്. റിസർച്ച് ചെയ്ത് PhD നേടാനുള്ള എല്ലാ യോഗ്യതകളുമുള്ള ഒരാളായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാം അറിയാമെന്ന് ആർക്കും പറയാനാവില്ല. അക്കാദമിക് മാത്രമല്ല, ജ്യോതിഷത്തിൽ ഡിപ്ലോമയുണ്ട്, BA ശാസ്ത്ര, അതേ ശാസ്ത്രയിൽ MA, MSc. അങ്ങനെയല്ല, അസ്ട്രോളജി എന്നത് കർപ്പകം യൂണിവേഴ്സിറ്റിയിൽ MA, MSc അസ്ട്രോളജി പഠിക്കുമ്പോൾ തന്നെ PhD ഫുൾ ടൈമായി അവിടെ 2010 മുതൽ രജിസ്റ്റർ ചെയ്ത് 2014 ഫുൾ ടൈം ജ്യോതിഷിയായി അവിടെ നിന്ന് PhD ഗവേഷണം നടത്തി തമിഴ്നാട്ടിൽ ആദ്യമായി ഡോക്ടറേറ്റ് ലഭിച്ചത് പത്രത്തിൽ വന്നിരുന്നു. 2014 ഡിസംബർ മാസം 14-ാം തീയതി അന്ന് പെടയ ഫോട്ടോ പേപ്പറിൽ തമിഴ് എഡിഷനിൽ ഇന്ത്യയിൽ ആദ്യമായി ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ജ്യോതിഷം പ്രധാന വിഷയമായി എടുത്ത് ഡോക്ടറേറ്റ് നേടിയ വ്യക്തി എന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോ വെച്ചിരുന്നു. ക്വാളിഫിക്കേഷൻ ഇതൊരു വലിയ യോഗ്യതയാണ്, ആർക്കും ലഭിക്കാത്ത ഒന്ന്. ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് എൻ്റെ അക്കാദമിക് ക്വാളിഫിക്കേഷനാണ്. വകുപ്പ് പേരെടുக்கிறேன். അക്കാദമിക് രംഗത്തുള്ളവർക്ക് പഠിച്ചു, പരീക്ഷ എഴുതി പാസ്സായി എന്നതിലുപരി ഞാൻ അവർക്ക് ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യ BA, പിന്നെ ആദ്യ MA, ആദ്യ MSc, അത് അസ്ട്രോളജി എന്ന് പറയുമ്പോൾ അടുത്ത യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ സെൻറ്ററുകൾ നടക്കുന്നുണ്ടോ അവിടുത്തെ ക്ലാസ്സുകൾ എടുക്കാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വരും. അനുമതിയോടെയാണ് ക്ലാസ്സുകൾ എടുത്തത്. അപ്പോൾ ആ അനുഭവങ്ങൾ നമുക്കൊരു മുതൽക്കൂട്ടാകുന്നു. അതേസമയം പൊതുജനങ്ങൾക്ക് ജ്യോതിഷം നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പരിഹാരങ്ങൾ പറയാറില്ല. കാരണം അത് എവിടേക്കാണ് പോകുന്നതെന്നാൽ ഇറ്റ്സ് ലീഡ് ടു കമേഴ്സ്യലായി പോകുന്നു. അതുകൊണ്ട് ആ പോയിന്റ് ഇല്ല. ജനങ്ങൾക്ക് എന്ത് വേണം, എന്ത് നടക്കുന്നു എന്നാണ്. പിന്നെ ജ്യോതിഷത്തിൽ പല രീതികളുണ്ട്. അക്കാദമിക് അല്ലാതെ ധാരാപുരം ഗുരുകുലം ഗുരുറാം സുബ്ബു എന്നൊരാളുടെ നേതൃത്വത്തിൽ അദ്ദേഹം 2004 മരിച്ചു. അന്നേക്ക് മാണോറ ചേർന്ന് ഇന്നേക്ക് കൂടെ LD സാറുണ്ട്, L ദുരൈസ്വാമി സാർ. അദ്ദേഹമാണ് ഇപ്പോഴുള്ള 2ാം ശനിയാഴ്ചയും ധാരാപുരത്ത് ക്ലാസ് എടുക്കുന്നത്. അന്ന് വിദ്യാർത്ഥിയായി ചേർന്ന് ഇന്ന് ഒരു ബഹുമാനത്തിന് പോകുന്നു. അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഒന്ന്. രണ്ടാമത്തേത് നാഡി ക്ലാസ്. നാഡി എന്ന എല്ലാവരും പരമ്പരാഗത സംഖ്യാശാസ്ത്രം പരാശര രീതിയിൽ പറയുന്നത്. ഡാരിറ്റി പല മെത്തേഡുകളുണ്ട്. ഞാൻ പഠിപ്പിക്കുമ്പോൾ വാസ്തു സംഖ്യാശാസ്ത്രം എല്ലാം പഠിപ്പിക്കും. പക്ഷേ ഞാൻ ഉൾക്കൊണ്ട ഒന്ന് നാഡിയാണ്. ആ നാഡിയെ സിലബസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ UGCയിൽ അപ്രൂവ് ആയില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ നാടിനായി അപ്പടിനാ ഞാൻ ക്ലാസ് എടുക്കുന്നതെന്നും പറയാനല്ല. ധാരാപുരത്ത് എല്ലാ വർഷവും ഈ നാഡി ക്ലാസ് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരും. നാഡി എന്നാൽ എന്താണർത്ഥമെന്ന് വെച്ചാൽ RG റാവു ബാംഗ്ലൂരുകാരനാണ്. 20-25 വർഷം മുൻപ് അദ്ദേഹം നേരിട്ട് ധാരാപുരത്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു പുസ്തകം കിട്ടിയപ്പോൾ അത് വരുത്തിച്ച് അദ്ദേഹം 2-3 തവണ വന്നിട്ടുണ്ട്. അദ്ദേഹം കന്നഡ ഇംഗ്ലീഷും കലർത്തിയാണ് ക്ലാസ് എടുക്കുന്നത്. അത് LD സാർ ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു. ആ അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ ഫലം പറയുന്നത്. ഇപ്പോൾ ആപ്പിലുണ്ടോ ഇതുപോലുള്ള ആപ്പിൽ ചോദ്യം ചോദിച്ച് 8 മിനിറ്റിന് ഇത്ര എന്ന രീതി ഞാൻ കൊമേഴ്ഷ്യലായി ചെയ്യുന്നുണ്ട്. ആപ്പിലൂടെ വരുമാനവും ജനങ്ങളോട് പറയാനുള്ളത് ഒരുപാട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിലും ഞാൻ അവിടെ പഠിച്ച, അതായത് ഫലം പറയുന്നതിനേക്കാൾ ആളുകൾക്ക് എന്താണോ ആവശ്യം, ഇന്നേക്കെല്ലാം അത് നമ്മൾ പറയുന്ന രീതിയിലാണ്. ഞാൻ ഒരുപാട് പേർ ഫോണിലാണ് കോൺടാക്ട് ചെയ്യുന്നത്. അതാണ് എളുപ്പം. നേരിട്ട് വന്നാൽ അത്ര നന്നായിരിക്കില്ല. ആ തിരക്കൊക്കെ ഒരു കാലമായിരുന്നു ഇന്നത്തെ കാലത്ത്. നാടി മുറയിൽ தான் பலர் சொல்கிறோம். ടെക്നിക്കലായി അഡ്വാൻസ്ഡായി സൂം മീറ്റിംഗ് അതും ഇതുമൊക്കെ വന്നു. അതിലൂടെ നമ്മുടെ അഭിപ്രായങ്ങളും ക്ലാസ്സുകൾ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നാടി രീതിയിലാണ് ഫലം പറയുന്നത്. നാടി എന്ന് വെച്ചാൽ ആ വൈദ്യ സംഘക്ഷേത്രത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. ആ രേഖ വെച്ചിട്ടാണ്. നാഡി പ്രവചനമാണ്. അത് ഭൂതകാല വരെയേ ഫലം പറയുകയുള്ളൂ. കാരണം ഒരുപാട് പേരെ 20 വർഷം മുൻപ് ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ആ നിമിഷം അത് ശരിയായിരിക്കും. പിന്നീട് പിൽക്കാലത്ത് അത് ഒരു ജ്യോത്സ്യനാകുമെന്നോ അല്ലെങ്കിൽ ജ്യോതിഷ പ്രൊഫസറാകുമെന്നോ ഒന്നും അതിലില്ല. അത് വരില്ല. പക്ഷേ നമുക്ക് ഇനി ഫലം എന്താണെന്ന് ചോദിച്ചറിയുന്നതാണത്. ആ രീതിയിൽ ഫലം പറയും. ശാസ്ത്രീയമായി എന്തെങ്കിലും പറയാൻ കഴിയില്ല. ഒരു ലോജിക്കായി പറയും. ഞാൻ ഫലം ചോദിക്കുന്നവരോട് പോലും ഈ ഗ്രഹം ഇങ്ങനെയാണ്, ഇതിൻ്റെ കാരണം ഇതാണ്, അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ശൈലി. രണ്ടാമത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം 40-ാമത്തെ വയസ്സിലാണ് ഞാൻ തുടങ്ങുന്നത്. ധാരാളം ഗുരുകുലമാണ് അതിന് തുടക്കം. അപ്പടിയെ അക്കാദമിയിലേക്ക് പോകുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു. ക്ലാസ് എടുത്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പൊതുജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും വർഷങ്ങളായിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഫലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈനും ഇതിലുമൊക്കെ ഫലം പറയുന്നുണ്ട്. ശരിയാണോ അല്ലയോ എന്നത് പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും വിഷയങ്ങളുണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ പറയാം. ജ്യോതിഷത്തിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് നാഡിയിൽ പഠിച്ച വിഷയത്തെ അത് എങ്ങനെ ശനിമാറ്റം, ഗുരുമാറ്റം, രാഹുമാറ്റം, അങ്ങനെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോപ്പി PDF ആയി അയക്കാൻ പോലും കഴിയും. അതുപോലെയുണ്ട് ഇരട്ടക്കുട്ടികളുടെ ജാതകത്തെപ്പറ്റി നാഡി രീതിയിൽ എങ്ങനെ ഫലം പറയുന്നു എന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ സംസാരിച്ചതാണ്. ഞാൻ ആർട്ടിക്കിളായി ജ്യോതിഷത്തിൽ പ്രസിദ്ധീകരിച്ചത്. മലേഷ്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ അവിടെ ചില ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അവിടെ സംസാരിച്ചിട്ടുണ്ട്.
അവിടുത്തെ ജ്യോതിഷ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ നാഡിയെപ്പറ്റി പറഞ്ഞപ്പോൾ അവരുടെ താല്പര്യം നേരിട്ട് കണ്ടുകൊണ്ട് ഇതിൽ ആളുകൾക്ക് ഒരുപാട് താല്പര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു പോകാൻ കഴിയും. കാരണം ഇന്നത്തെ കാലത്ത് ഡെഡ് നോട്ട്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഏത് വിഷയങ്ങളെയും என்னுடைய தலைப்பு ഗൂഗിളിൽ തിരഞ്ഞു കണ്ടെത്താൻ കഴിയും. അന്നൊക്കെ നേരിട്ട് നമ്മൾ PhD ചെയ്യുമ്പോൾ തേടി പോകേണ്ടിയിരുന്നു. അതുപോലെയാണ് എൻ്റെ വിഷയം. ശനി ഗ്രഹം കാരണം മനുഷ്യരുടെ ജാതകത്തിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതാം. അതായിരുന്നു ആദ്യത്തെ PhD. പിന്നെ അതിനുശേഷം ഞാൻ തന്നെ 3 പേർക്ക് 3 PhD ഭാരത് സ്കൂളിൽ ഇന്നും വിസിറ്റിംഗ് പ്രൊഫസറാണ്, ഗൈഡാണ്. 3 PhD വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. ഇതോടെ മികപ്പെரிய സിറപ്പ് ആന്ധ്രയിൽ ഒരാൾ, കടലൂരിൽ ഒരാൾ, ഇവർക്കൊക്കെ ഗൈഡായിട്ടുണ്ട്. ഏപ്രിൽ 8 വഴികാട്ടിയായി അവരെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ചോളിങ്ങനല്ലൂരിലെ പ്രത്യങ്കര സ്വാമി എന്നാണ് പേര്. നിങ്ങോട്ട് കൊടുക്കുന്ന അളവുക്ക് കണ്ടിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹമല്ല, എന്തോ സ്വാധീനത്തിൽ ചെയ്ത്. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ ചീഫ് ഗസ്റ്റായി പോയി PhD അവാർഡ് കൊടുക്കുന്നത്രയും പഠിച്ചതുകൊണ്ട് എൻ്റെ യോഗ്യത അത്രത്തോളം മെച്ചപ്പെട്ടു. ഒരു അധ്യാപനായതുകൊണ്ട്, PhD ചെയ്തുകൊണ്ട്, ഗൈഡ് ആയതുകൊണ്ട് അടുത്ത ആളുകൾക്ക് ബിരുദം, PhD അവാർഡ് നൽകുന്ന അത്രയും ഞാൻ ഉയർന്നിരിക്കുന്നു എന്നോട് സൂയ. എന്നാലും തൻ്റെ അറിവ് പാഴായി പോയതുകൊണ്ട് എവിടെയൊക്കെ കിട്ടുമോ പണത്തിന് പ്രാധാന്യം നൽകാതെ ജനങ്ങളിൽ എടുത്ത കാര്യം എത്തണം എന്ന അടിസ്ഥാനത്തിലാണ് എൻ്റെ സ്വയം. യോഗ്യത ரொம்ப നേരം ഓടിപ്പോയി പരിചയപ്പെടുത്തലായി ഈ വീഡിയോയെപ്പറ്റി സംസാരിച്ചു. യോഗ്യതയെപ്പറ്റി ഇത്രയേ പറയാനുള്ളൂ. അല്ലാതെ അവർക്ക് നടന്നു ഇവർക്ക് നടന്നു എന്ന് പറഞ്ഞാൽ കഥ നീണ്ടുപോകും. ജ്യോതിഷ സമ്മേളനങ്ങൾ, സൂം മീറ്റിംഗ് ആകട്ടെ, നേരിട്ട് പോകുന്നതാകട്ടെ, അവർക്ക് ചില വിവരങ്ങൾ കൊടുത്ത് പഠിക്കുന്നവർക്ക് ഒരു വിദ്യാർത്ഥി ഒരുപാട് പേർ സംസാരിക്കും. അവരിന്ന് വേദിയിൽ സംസാരിക്കാൻ ഒരു വിഷയം പഠിച്ച് സ്വന്തം രീതിയിൽ പറയും. നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആ വകുപ്പ് പണി അനുഭവം. എത്ര പേർ സംസാരിച്ചാലും നാടിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജ്യോതിഷം പഠിക്കാൻ ഒരു ബദലാണ്. KP വാമക്കോൾ വന്ന പോലെ ഇതെല്ലാം ഞാൻ വർഗീകരിച്ച് അനുഭവിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ നേരിട്ട് ആളുകളെ ആകർഷിക്കുന്നത് കൊണ്ട് ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മേഖലയിലൂടെ എങ്ങനെ സമീപിക്കാം, താല്പര്യമുള്ളവർക്ക് നല്ല തീൻ കൊടുക്കാം. സമയം വളരെ പ്രധാനമാണ്. മലേഷ്യകളെ കട്ടുപെട്ടതാ സൊന്നെ. അതുകൊണ്ട് പ്രധാന സംശയങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ സെൽ അതിൽ വരും ആളുകൾക്ക് അത് കണ്ടു ഉപയോഗിക്കാം. രണ്ടാമത്, ഉദാഹരണത്തിന് മലേഷ്യയിൽ പ്രസിദ്ധീകരിച്ചെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരേ സമയത്ത് ജനിച്ച കുട്ടികൾക്ക് ഒരേപോലെയുള്ള ജാതകങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഫലം എങ്ങനെ മാറുമെന്ന് ജ്യോതിഷം കലയോ ശാസ്ത്രമോ ആത്മീയമോ എന്ന പേരിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അതെല്ലാം മലേഷ്യയിലാണ് പ്രസിദ്ധീകരിച്ചത്. നല്ല പുസ്തകം, ഒരുപാട് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഒരു ജ്യോതിഷ പ്രൊഫസർ എന്ന നിലയിൽ നമ്മ കത്തുക്കരുത് എന്ന് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കടമയാണെങ്കിലും ആചാരങ്ങൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ യൂട്യൂബിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് കണ്ടാൽ നമ്മുടെ അറിവും പഠിപ്പും മനസ്സിലാകും. വണക്കം. എൻ്റെ അറിവ് പറയുന്നതിനേക്കാൾ അതിലൂടെ നിങ്ങളുടെ താല്പര്യം ഉണർത്തുക എന്നതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.